കൂട്ടുകാരി. അപ്പോൾ പുതിയൊരു ഇതിലേക്ക് നമുക്ക് കിടക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു പേടിയുണ്ടാവും. പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ പോകണോ വേണ്ടയോ, ബാക്കിയുള്ളവർ പോയാൽ ഞാൻ പോയാൽ മതിയോ, ഇല്ല അയ്യോ ആരുമില്ല ഞാൻ പോകത്തില്ല, അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. എത്രയൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു അത്രയൊക്കെ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കണം. കിട്ടുന്ന ഒരവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒന്നുമില്ല, നിങ്ങൾ ആരോടും ചോദിക്കണം, സ്വന്തം ഹൃദയത്തോട് ചോദിക്കുക, സ്വന്തമായിട്ട് ചോദിച്ച തീരുമാനം എടുത്ത് ചെയ്തു. അബദ്ധം പറ്റിയാലും ആരും കുറ്റം പറയാനാ, നമ്മൾ തന്നെയാണ് തീരുമാനിച്ചത്. എന്നാൽ സക്സസ് ആയാൽ ഞാൻ എടുത്ത തീരുമാനം സക്സസ് ആയി, നമുക്ക് സന്തോഷിക്കും. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ പേരൻസ് കാണും, അല്ലെങ്കിൽ അതുപോലെ അടുത്ത് ആരെങ്കിലും കാണും. അല്ലാതെ ആരും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്ത് പോകുന്നത്. ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ ആരും തന്നെ കാണത്തില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. സോ ഒരുപാട് ബോൾഡ് ആവാൻ നിങ്ങൾ ശ്രമിക്കുക, ധൈര്യം സംഭരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾ തന്നെ സ്ട്രോങ് ആക്കുക. ഏത് സിറ്റുവേഷനും കടന്നു പോകാൻ പറ്റും, സ്വന്തമായിട്ട് എന്തിനും സാധിക്കും എന്ന ആ ഒരു സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആസ്വദിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ളിലുള്ള ആ ഒരു ആത്മവിശ്വാസത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. സോ ദയവേത് നിങ്ങൾ അതിൽ നിന്നും ഉണർന്ന് നിങ്ങളായി തന്നെ ജീവിച്ചു മാറുക. സ്വയം തിരിച്ചറിയും ആരാണ്, തനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, തന്നെക്കൂടെ എന്തൊക്കെ സാധിക്കും. ഒരിക്കലും പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് 10 തവണ 3 തവണ പറഞ്ഞു നോക്കി, നിങ്ങളെക്കൊണ്ട് സാധിക്കും. പക്ക നിങ്ങൾ സ്വയം വിചാരിച്ചാൽ നിങ്ങളെക്കൊണ്ട് എന്ത് സാധിക്കും. പ്ലീസ്. സോ ബൈ.